ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് നമ്മുടെ ബാത്റൂമിലുള്ള ഒരു വാഷ് ബേസിനാണ് കേട്ടോ. അപ്പോൾ ബാത്റൂമിലെ വാഷ് ബേസിൻ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ കഴുകാറുണ്ട്. പിന്നെ വെള്ളം ഇങ്ങനെ അടിയൊക്കെ ആവുമ്പോൾ അതിലൊരു കറ പിടിക്കുന്ന അവസ്ഥ ബാത്റൂമിലൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം കഴുകുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ച് കഴുകാറാണ് പതിവ്. പിന്നെ നമ്മളൊരു ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം ഒരു അടിപൊളിയായിട്ടൊരു ലിക്വിഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്ത് സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണത്, നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളോ. നിങ്ങൾക്ക് ലാസ്റ്റ് എന്തായാലും ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ ഒരു അവസ്ഥയുടെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാം എന്താണ് ഉണ്ടാവണേന്ന്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടാണ് ഇതിങ്ങനെ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വൃത്തിയാക്കണേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ക്ലീനിങ്ങിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വേണം നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സോപ്പ് പൊടിയിൽ കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു മുറി ചെറുനാരങ്ങ, ഒരു മുറിയല്ല ഒരെണ്ണം മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഇട്ടുണ്ട്. നന്നായി ഫ്രിഡ്ജിലിരിക്കുന്ന കാരണം ഒരു കട്ട പിടിച്ചിട്ടുള്ള അവസ്ഥയിലാട്ടോ. അപ്പോൾ നല്ലോണം നീരുണ്ട്. ഒരു നാരങ്ങ ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. നാരങ്ങ നീരും സോപ്പ് പതയിലും ഉപ്പിലും അങ്ങോട്ട് അയച്ചപ്പോൾ അങ്ങോട്ട് പതഞ്ഞങ്ങോട്ട് പൊന്തി തുടങ്ങി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് മറ്റേ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കല്ലുപ്പ് അലിയണ വിധത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പ് നന്നായിട്ട് അങ്ങോട്ട് അലിയണം കേട്ടോ. അതുവരെ ഇങ്ങനെ നന്നായി തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ചെറുനാരങ്ങയൊക്കെ ഇല്ലേ, അതെല്ലാ ഭാഗത്തേക്കും ആക്കി നല്ലൊരു സംഭവമായി മാറും കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. മൊത്തം അങ്ങോട്ട് കല്ലുപ്പൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കിയാലാണ് കേട്ടോ കറക്റ്റായിട്ടുള്ളതൊരു ഭാഗമാവുള്ളൂ. നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ അത്. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ലിക്വിഡ് മൊത്തം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ജസ്റ്റ് വാഷ് ബേസിൻ ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ. ആകെ ഉണങ്ങി പിടിച്ചിട്ടല്ല ഇരിക്കണം, ഒന്ന് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് കഴുകി കൊടുക്കാം. കഴുകി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലിക്വിഡ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈ ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് എടുക്കണതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഈ പൈപ്പിൻ്റെ ഈ സൈഡിലേക്കൊക്കെ ഉരയ്ക്കാൻ പറ്റിയത് ഇതുപോലത്തെ ബ്രഷൊക്കെ ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് എത്തും. അപ്പോൾ അധികം വെള്ളമൊന്നും പ്രയോഗിക്കേണ്ട കേട്ടോ. നമ്മൾ പതുക്കെ ഇങ്ങനെ ആ ലിക്വിഡ് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് എത്തിച്ച് വാഷ് ബേസിനിൽ മൊത്തം ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. നന്നായി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉരയ്ക്കുക. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഉൾഭാഗങ്ങളിലൊക്കെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബ്രഷ് എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം, നിങ്ങൾ സ്ക്രബ്ബ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടിട്ട് നമ്മുടെ ഇതുപോലത്തെ വാഷ് ബേസിനൊന്നും ഉരയ്ക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോറൽ വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകൾ വേണം കേട്ടോ നമ്മൾ ഈ വാഷ് ബേസിനൊക്കെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മൊത്തം ലിക്വിഡ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പൈപ്പിൻ്റെ മുകളിലും സൈഡുകളിലും പിന്നെ ആ ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് ഈ മറ്റേ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഉരച്ചു കൊടുക്കുന്നുണ്ട്. അധികം നേരമൊന്നും ഉരയ്ക്കേണ്ട, കുറച്ച് നേരം ഉരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉരച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ചെറുനാരങ്ങ നമ്മൾ നേരത്തെ പിഴിഞ്ഞിട്ടില്ലേ, അതിൻ്റെ തോട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കവർ എടുത്തിട്ട് കയ്യിലിട്ടു. ഗ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ഒന്ന് ഈ തോടും വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഒന്ന് ഇതുകൊണ്ടും കൂടി ഒന്ന് ഉരയ്ക്കുക. അപ്പോൾ കറ പിടിച്ചിട്ടിരിക്കുന്ന മഞ്ഞൊക്കെ ഇല്ലേ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം ടാങ്കൊക്കെ അടിയാവുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് ബാത്റൂമുകളിലും എല്ലാത്തിലും ഇങ്ങനെ ഒരു കറ പിടിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ കറ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊക്കെ ഇതുപോലെ നന്നായി എല്ലാ ഭാഗങ്ങളും ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഉരച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തൊലി വെച്ച് ഉരച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യത്തെ കണ്ട വാഷ് ബേസിനല്ല, ആകെ മൊത്തം നിങ്ങൾ ഞെട്ടു കിട്ടോ, നോക്കിക്കോ. അപ്പോൾ മൊത്തം ഞാൻ ഉരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്മുടെ ഒരു ചെറുനാരങ്ങയല്ലേ എടുത്തത്, അപ്പോൾ 2 തൊലിയും വെച്ചിട്ട് ഞാൻ നന്നായി ഉരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മൊത്തം ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. പിന്നെ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ ചെറുനാരങ്ങ തൊലി വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് വേഗം എല്ലാ ഭാഗത്തേക്കും വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ എല്ലാം നമ്മൾ തേച്ചിട്ടുള്ള ലിക്വിഡൊക്കെ നമ്മുടെ വാഷ് ബേസിൽ നിന്ന് കഴുകി കളയണം കേട്ടോ. നന്നായി കഴുകി കളയണം കേട്ടോ. കഴുകി കളഞ്ഞ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് നിങ്ങൾ നോക്കിയേ. നമ്മൾ ആദ്യം കണ്ട വാഷ് ബേസിനും ഇപ്പോൾ നമ്മുടെ
ക്ലീൻ ചെയ്ത വാഷ് ബേസിൻ്റെയും അവസ്ഥയൊന്നും നിങ്ങൾ നോക്കി നോക്കിയേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം മതി കേട്ടോ നമുക്കിതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ. അതേ പൈപ്പിൻ്റെ ചുറ്റുമുള്ള കറയും ഇപ്പോൾ ദാ നമ്മുടെ മൊബൈൽ തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ, അത്രയും നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലേ, പൈപ്പായാലും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ളതല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ, കണ്ടില്ലേ അടിയൊക്കെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കൈകൾക്കൊന്നും അങ്ങനെ കംപ്ലൈൻറ്റും വരില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്നുള്ള സാധനങ്ങളും ലിക്വിഡൊക്കെ മേടിച്ച് നമ്മളിത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വാഷ് ബേസിനായാലും അങ്ങനെ കംപ്ലൈൻറ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ അതേ നമുക്കിപ്പോൾ നമ്മുടെ വീട് പണിതിട്ട് അത്രയും ഒരു 9 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ വാഷ് ബേസിനൊന്നും ഒരു കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതേ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.